BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പുതുവത്സരത്തെ വരവേൽക്കാനുള്ള ആവേശത്തിലാണ് ബഹ്റൈൻ ജനത. പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് ഇന്ന് അർദ്ധരാത്രിയിൽ അൽസായി ബുസൈദീൻ, മനാമ, ബഹ്റൈൻ ബേ ബീച്ച്, ബഹ്റൈൻ ഹാർബർ, വാട്ടർ ഗാർഡൻ സിറ്റി, ബഹ്റൈൻ ഫോർട്ട് അവന്യൂസ് പാർക്ക്, മറാസി ഗാലറിയ എന്നീ 8 ലാൻഡ്മാർക്കുകളിലാണ് തകർപ്പൻ കരിമരുന്ന് പ്രയോഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ഡ്രോൺ ഷോകളും മറ്റ് ആഘോഷ പരിപാടികളും അടക്കം ടൂറിസം മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതുവർഷത്തെ വരവേൽക്കാൻ നിരവധി പരിപാടികളാണ് അണിയറയിലൊരുങ്ങുന്നത്. ഇന്ത്യൻ ക്ലബ്ബ്, വിവിധ മലയാളിയും പ്രവാസി സംഘടനകൾ തുടങ്ങിയവയും പുതുവത്സരാഘോഷങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രവാസി വെൽഫെയറിന്റെ ആതുര സേവന വിഭാഗമായ മെഡ്കെയർ പ്രവാസി സെന്ററിൽ സംഘടിപ്പിച്ച മീറ്റ് യുവർ ഡോക്ടർ കൺസൾട്ടേഷൻ ക്യാമ്പ് ശ്രദ്ധേയമായി. മീറ്റ് യുവർ ഡോക്ടർ കൺസൾട്ടേഷനിൽ ജനറൽ വിഭാഗം, ഗൈനക്കോളജി, ദന്തൽ, ഓർത്തോപീഡിക് എന്നീ വിഭാഗങ്ങളിൽ ബഹ്റൈനിലെ പ്രഗത്ഭ ഡോക്ടർമാരായ ഡോക്ടർ അനൂപ് അബ്ദുള്ള, ഡോക്ടർ ഫമീൽ എരഞ്ഞിക്കൽ, ഡോക്ടർ ജെയ്സ് ജോയ്, ഡോക്ടർ സാദിഖ് ബാബു, ഡോക്ടർ ജാസ്മിൻ മൊയ്തു, ഡോക്ടർ ഫൈസൽ ബാബർ എന്നിവർ രോഗികളെ പരിശോധിക്കുകയും ആവശ്യമായ മരുന്നുകളും മാർഗനിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു. ക്യാമ്പിൽ നിരവധി പ്രവാസികൾ പങ്കെടുക്കുകയും ചെയ്തു. സാമൂഹിക പ്രവർത്തകരായ റഷീദ് മാഹി, സുബൈർ എം, സയ്യിദ് ഹനീഫ്, സൽമാനുൽ ഫാരിസ്, അബ്ദുൽ ജലീൽ, അബ്ദുള്ള, സലാം അമ്മട്ട് മുല, അൻവർ നിലമ്പൂർ, അബ്ദുസലാം നിലമ്പൂർ തുടങ്ങിയവർ മീറ്റ് യുവർ ഡോക്ടർ ക്യാമ്പ് സന്ദർശിച്ചു. പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദ്രുദ്ദീൻ പൂവാർ, മെഡ്കെയർ കൺവീനർ മജീദ് തണൽ, മീറ്റ് യുവർ ഡോക്ടർ കൺസൾട്ടേഷൻ ജനറൽ കൺവീനർ അനസ് കാഞ്ഞിരപ്പള്ളി, പ്രവാസി വെൽഫെയർ വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, വെനിയൂർ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഇർഷാദ് കോട്ടയം, വെൽഫെയർ കൺവീനർ മുഹമ്മദ് അലി മലപ്പുറം, മെഡ്കെയർ എക്സിക്യൂട്ടീവുകൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സിഞ്ചി ഫ്രണ്ട്സ് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി ധനേഷ് മുരളിയും വരവ് ചെലവ് കണക്ക് ട്രഷറർ ഗിരീഷ് കുമാർ ജിയും അവതരിപ്പിച്ചു. തുടർന്ന് രക്ഷാധികാരികളും തെരഞ്ഞെടുപ്പ് ഭരണാധികാരികളുമായ സയ്യിദ് റമദാൻ നദ്വി, UK അനിൽകുമാർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ മുൻകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തി സംസാരിച്ചു. കഴിഞ്ഞ 2 വർഷം കലാ സാംസ്കാരിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സെൻട്രൽ കമ്മിറ്റിയെയും എല്ലാ ഏരിയ കമ്മിറ്റികളെയും യോഗം അനുമോദിച്ചു. ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതവും ട്രഷറർ ഗിരീഷ് കുമാർ ജി നന്ദിയും പറഞ്ഞു. തുടർന്ന് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ഭരണാധികാരികളായ സയ്യിദ് റമദാൻ നദ്വിയും UK അനിൽകുമാറും നേതൃത്വം നൽകി. പ്രസിഡന്റായി സിബിൻ സലീമിനെയും ജനറൽ സെക്രട്ടറിയായി ധനേഷ് മുരളിയെയും ട്രഷററായി ബോണി മുളപ്പാമ്പള്ളിനെയും തെരഞ്ഞെടുത്തു. മറ്റ് ഭാരവാഹികളായി വൈസ് പ്രസിഡന്റുമാർ അനസ് റഹീം, അനൂപ് ശശികുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായി ഗിരീഷ് കുമാർ, ജോഷി നെടുവേലിൽ, അസിസ്റ്റന്റ് ട്രഷററായി ടോജി തോമസ്, എന്റർടൈൻമെന്റ് സെക്രട്ടറിയായി ദീപക് തണൽ, സ്പോർട്സ് വിംഗ് കൺവീനർ ഗിരീഷ് ബാബു, ചാരിറ്റി വിംഗ് കൺവീനർ അജിത് കുമാർ, മീഡിയ വിംഗ് കൺവീനർ ജഗദീഷ് ശിവൻ, മെമ്പർഷിപ്പ് സെക്രട്ടറി സന്തോഷ് ബാബു എന്നിവരെയും തെരഞ്ഞെടുത്തു. ഭാരവാഹികളടക്കം 29 അംഗ എക്സിക്യൂട്ടീവാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇവരും വർഷങ്ങളിൽ സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ വോയിസ് ഓഫ് ആലപ്പിയെ നയിക്കാൻ പുതിയ ഭരണസമിതി അംഗങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഏരിയ കമ്മിറ്റികളുടെ പ്രതിനിധികൾ ആശംസിച്ചു. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി 92ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം സൊസൈറ്റിയിലെ കുമാരനാശാൻ ഹാളിൽ കുടുംബാംഗങ്ങളും കുട്ടികളും പങ്കെടുത്ത ചടങ്ങിൽ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം ശ്രീമദ് വിശാലാനന്ദ സ്വാമികൾ മുഖ്യ അതിഥിയായിരുന്നു. ശ്രീനാരായണീയ ദർശനങ്ങൾ വത്തിക്കാനിൽ എത്തിച്ച വത്തിക്കാനിൽ നടന്ന സർവ്വമത സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകനായിരുന്ന പ്രമുഖ വ്യവസായിയും ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവുമായ KG ബാബുരാജിനെ ചടങ്ങിൽ ആദരിച്ചു. ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന GSS ചെയർമാൻ സനീഷ് കൂറുമുള്ളിന് ബ്രഹ്മശ്രീ വിശാലാനന്ദ സ്വാമികൾ ധർമ്മ പതാക കൈമാറി. സൊസൈറ്റി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ സ്വാഗതവും ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മിഥുൻ മോഹൻ, നരേന്ദ്രമോദി, മിചാർ മഞ്ച് വൈസ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ സോവിച്ചൻ ചോന്നട്ടുശ്ശേരികൾ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ശ്രീജ സനീഷ് മുഖ്യ അവതാരകയായ ചടങ്ങിൽ വൈസ് ചെയർമാൻ സതീഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റൈന്റെ നേതൃത്വത്തിൽ വിന്റർ ജാക്കറ്റ് വിതരണം നടത്തി. തുബ്ലി ലേബർ ക്യാമ്പിൽ നടന്ന പരിപാടിയിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഹരീഷ് ചെങ്ങന്നൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട് സ്വാഗതവും വിന്റർ ജാക്കറ്റ് വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് ജെയ്സൺ കൂടാമ്പള്ളത്ത് നിർവഹിച്ചു. മെമ്പർഷിപ്പ് കോർഡിനേറ്റർ ലിജോ ജോൺ ശൈത്യകാലത്തെ പ്രതിരോധിക്കുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് ക്യാമ്പിലെ അംഗങ്ങൾക്ക് ബോധവൽക്കരണം നൽകി. ട്രഷറർ അജിത്ത് എടുത്ത പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ കറ്റാനം, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മൊഹറക് മലയാളി സമാജം കുട്ടികളുടെ കൂട്ടായ്മയായ മഞ്ചാടി ബാലവേദി നടത്തിയ ചിത്രരചന കളറിംഗ് മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. 2 ഗ്രൂപ്പായി നടത്തിയ മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ഹയ ഫാത്തിമയും ജൂനിയർ വിഭാഗത്തിൽ അദ്വൈത് ശങ്കറും വിജയികളായി. വിജയികളെ MMS പ്രസിഡന്റ് അനസ് റഹീം, സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ നായർ എന്നിവർ അഭിനന്ദിച്ചു.
മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ അനുശോചിച്ചു. MCMAയുടെ പ്രസിഡന്റ് സലാം മമ്പാട്ടുമൂല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യ രക്ഷാധികാരി യൂസഫ് മമ്പാട്ടുമൂല, മുനീർ മുഹമ്മദ് അലി, യോഗേഷ്, മജീദ് TP, ഷമീർ സലീം, ശ്രീജേഷ് വടകര എന്നിവർ സംസാരിച്ചു. MCMAയുടെ ജനറൽ സെക്രട്ടറി അനീഷ് ബാബു സ്വാഗതവും ട്രഷറർ ലത്തീഫ് മരക്കാട്ട് നന്ദിയും പറഞ്ഞു. ബഹ്റൈൻ നവകേരള MT അനുസ്മരണം നടത്തി. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സിനിമയുടെയും ശക്തി ദുർഗമായിരുന്ന MT എന്ന രണ്ടക്ഷരം മാഞ്ഞു പോകുമ്പോൾ യാത്രയാകുന്നത് ഒരു കാലമാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ഭാഷയ്ക്കും സാഹിത്യത്തിനും സിനിമയ്ക്കും MT നൽകിയ സംഭാവനകളെക്കുറിച്ച് മുഖ്യപ്രഭാഷകൻ ബഹ്റൈൻ നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗം SV ബഷീർ വിശദമായി സംസാരിച്ചു. നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി എല്ലാവരും MTയെ അനുസ്മരിച്ച് സംസാരിച്ചു. ബഹ്റൈൻ നവകേരള വൈസ് പ്രസിഡന്റ് സുനിൽ ദാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് മാണിയത്ത് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഷാജഹാൻ കരിവന്നൂർ നന്ദിയും അറിയിച്ചു. ഗിന്നസ് റെക്കോർഡായി സംഘടിപ്പിച്ച കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടി വിവാദമായതിന് പിന്നാലെ പ്രതികരണവുമായി നടൻ ഗിന്നസ് പക്രു. ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഗിന്നസ് പക്രു ആവശ്യപ്പെട്ടു. ഗിന്നസ് ബുക്കിൽ കയറി കഴിഞ്ഞാൽ സാമ്പത്തിക ലാഭമുണ്ടെന്നാണ് പലരുടെയും വിചാരം. ഇക്കാര്യം തന്നോട് പലരും ചോദിക്കാറുണ്ട്. ഗിന്നസ് റെക്കോർഡ് കിട്ടിയതുകൊണ്ട് സാമ്പത്തിക ലാഭമില്ല. കാര്യങ്ങൾ അറിയാവുന്ന പലരും തട്ടിപ്പിൽ പെടാറുണ്ട്. ഗിന്നസ് റെക്കോർഡിനായി പണം കൊടുത്ത് പലരും ചതിക്കപ്പെടാറുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരിക്കും പലർക്കും ലഭിക്കാറുള്ളത്. ഗിന്നസ് റെക്കോർഡ് നേടുക എളുപ്പമല്ല. റെക്കോർഡുകൾ ഒരു ക്രെഡിറ്റ് മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേക ഗുണമില്ല. റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യപ്പെടാനുള്ളതാണ്. ഒരു സർട്ടിഫിക്കറ്റായി കയ്യിൽ വയ്ക്കാം എന്നത് മാത്രമാണ് റെക്കോർഡ് എന്നും ഗിന്നസ് പക്രു പറഞ്ഞു. ആൾക്കൂട്ടത്തിന്റെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ വേണം. സുരക്ഷാ വീഴ്ച സംഭവിക്കുന്നത് നിർഭാഗ്യകരമാണ്. സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്നും ഗിന്നസ് പക്രു വ്യക്തമാക്കി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ കെട്ടിയ താൽക്കാലിക സ്റ്റേജിൽ നിന്ന് വീണ തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതര പരിക്കേറ്റിരുന്നു. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്ന MLA കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗാർഹിക പീഡനമടക്കം 2 കേസുകളിൽ കോടതിയുടെ പരിഗണനയിലിരിക്കെ സൂരജ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലൂടെ പരോളിലിറങ്ങാൻ ശ്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഉത്രയുടെ പിതാവ് വിജയ് സേനൻ. ഉത്ര വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതി സൂരജ് S. കുമാർ പരോളിനായി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പിതാവിന് ഗുരുതര രോഗമാണെന്ന വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടിയന്തര പരോളിന് ശ്രമിച്ചതിന് സൂരജിന്റെ മാതാവ് രേണുകയെ പ്രതി ചേർത്ത് പൂജപ്പുര സെൻട്രൽ ജയിൽ അധികൃതർ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. പിതാവിന്റെ രോഗവുമായി ബന്ധപ്പെട്ട ഡോക്ടർ നൽകിയ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കാട്ടിയാണ് കേസ് നടത്തിയത്. കേസ് നിലവിൽ സൂരജും കുടുംബാംഗങ്ങളും പ്രതിയായ സ്ത്രീധന ഗാർഹിക പീഡന കേസ് പുനലൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലാണെന്നും അഞ്ചൽ ഏറം വെള്ളാശ്ശേരിൽ വിജയസേനൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേസിൽ ജാമ്യത്തിലുള്ള 4ാം പ്രതി സൂര്യയടക്കം സൂരജിനെ സഹായിക്കുന്ന ചിലരാണ് വ്യാജ സർട്ടിഫിക്കറ്റിന് പിന്നിൽ. ഏത് ഹീനമാർഗത്തിലൂടെയും സൂരജിനെ പുറത്തിറക്കി സ്ത്രീധന ഗാർഹിക പീഡന കേസ് അട്ടിമറിക്കുകയാണ് ലക്ഷ്യം. കേസിൽ വിസ്താരം നടക്കുന്നതിനിടെ അപേക്ഷ നൽകി 4ാം പ്രതി അവധിയെടുത്തു. എന്നാൽ പുറത്തു പോകാൻ അനുവാദം തേടിയ ഇയാൾ കേസിൽ വാദം നടക്കുമ്പോൾ കോടതി വരാന്തയിലുണ്ടായിരുന്നു. മകളുടെ പേരിൽ സൂരജും കുടുംബവും തട്ടിയെടുത്ത സ്വത്തുക്കൾ തിരികെ ലഭിച്ചിട്ടില്ല. ഉത്രയെ മൂർഖനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന കേസിൽ ഭർത്താവ് അടൂർ കാരങ്കോട് ശ്രീസൂര്യയിൽ സൂരജിന് 17 വർഷം തടവും ഇരട്ട ജീവപര്യന്തവുമാണ് കൊല്ലം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ഉത്തരവാദക്കേസിൽ സ്ത്രീധന ഗാർഹിക പീഡന കേസിൽ സൂരജിന് പുറമെ പിതാവ് സുരേന്ദ്ര പണിക്കർ, അമ്മ രേണുക, സഹോദരി സൂര്യ എന്നിവർ പ്രതികളാണ്. ഇവർ ജാമ്യത്തിലാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.